ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ചാലഞ്ചിൻ്റെ 4ാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നലെ കിച്ചണാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ക്ലീനിങ് ചാലഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കൂട്ടുകാരെ പിക്ചേഴ്സ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുന്ന ടാസ്കുകൾ അത് ഒരു റൂമ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ചൊരു ഏരിയ ഇല്ലെങ്കിൽ പോലും ഇതുപോലെ മാക്സിമം 3 പിക്ചേഴ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പേരും കൂടി എഴുതി നമ്മളുടെ ഇമെയിൽ ഐ ഡി ആയിട്ടുള്ള malayali.momcrafts@gmail.com എന്ന് പറഞ്ഞ മെയിൽ ഐ ഡിയിലോട്ട് അയച്ചു തരാണെങ്കിൽ ഇതുപോലെ വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടാസ്കിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ കിച്ചൺ ക്ലീനിങ് എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കുന്നതാണ്. അത് സമയമെടുത്ത് ചെയ്യുകയാണെങ്കിൽ, വൃത്തിക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം വേണം. അതുകൊണ്ട് തന്നെ ഞാൻ 2 ദിവസം എടുത്തിട്ടാണ് കിച്ചൺ ക്ലീനിങ് ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കിച്ചൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഈ സിങ്കും അതിൻ്റെ അടുത്തുള്ള ക്യാബിനറ്റ്, കൗണ്ടർ ടോപ്പ്, ആ ഒരു ഏരിയയാണ് ഫുള്ളായിട്ടും ക്ലീൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലീനിങ് എന്ന് പറയുന്നത് ഫ്രിഡ്ജും അതിൻ്റെ അടുത്തുള്ള ക്യാബിനറ്റ്സുമാണ് നമ്മൾ ക്ലീൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്നും ഫ്രിഡ്ജും അതുപോലെ ക്യാബിനറ്റ്സ് എന്ന് പറഞ്ഞാലും അത് ഒറ്റ ദിനം ചെയ്യുകയാണെങ്കിൽ കുറേ നേരം എടുക്കും. മാത്രമല്ല നമുക്ക് ക്ഷീണം, മടുപ്പൊക്കെ ആവും. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ കാലത്തെ പണികളൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ച് നേരം ഈ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്യാബിനറ്റുകളിലുള്ള പണികൾ നമ്മൾ അതായത് ഒരു 4 മണിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അപ്പോൾ ചെയ്യുക. 2 ടൈമായിട്ട് നമ്മൾ ഈ ക്ലീനിങ് ചെയ്യുക. അപ്പോൾ നമുക്ക് മടുപ്പ് തോന്നില്ല. അല്ലെങ്കിൽ ഒറ്റയടിക്ക് മുഴുവൻ തീർക്കാൻ നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ചെയ്യാനേ തോന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കാലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഫ്രീ ആയിട്ട് ഫോണൊക്കെ നോക്കിയിരുന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു പണി ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൽ ആദ്യം തന്നെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നും കുറച്ച് ഐറ്റംസേ അന്ന് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ദിവസം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ടതാണ് നല്ലത്. അപ്പോൾ നമുക്ക് പണി കുറവായിരിക്കും. കുറേ ഐറ്റംസ് ഉള്ള ദിവസം പിന്നെ ഇത് മുഴുവൻ പുറത്തോട്ട് എടുത്ത് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ആർക്കായാലും തോന്നില്ല. അപ്പോൾ ഐറ്റംസ് പുറത്തോട്ട് വെച്ചിട്ട് ആ ട്രേകളെല്ലാം എടുത്ത് നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് അത് വെച്ചിട്ട് ഫുള്ളായിട്ടും എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ഇനി ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗത്ത് ക്ലീൻ ചെയ്യായാലും ഈ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെ ആവശ്യമുണ്ടെങ്കിൽ ക്ലീൻ ചെയ്താൽ മതി. കാരണം നമ്മൾ വേറെ ഒരു പ്രൊഡക്ട്സും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു വട്ടം ഹാർപ്പിക്ക് ഉണ്ടല്ലോ, അത് കൊണ്ടിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജൊക്കെ ക്ലീനായി, പക്ഷേ അതിൻ്റെ സ്മെല്ല് അതിൽ നിന്നും പിന്നെ പോവാതായി. ആ ഒരു ഫ്രിഡ്ജിൽ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ആ മണം തന്നെ പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും നിങ്ങൾ ദയവേത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ടല്ലോ അത് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഒഴിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് മണ്ടത്തരങ്ങൾ ചെയ്യരുത്. പറ്റാവുന്നതും ഈ പാത്രങ്ങളിൽ ലിക്വിഡ് മാത്രം യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്കിനി അതങ്ങനെ അഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരിയ ചൂടുവെള്ളം, തിളച്ച വെള്ളമല്ല, നേരിയ ചൂടുവെള്ളം വെച്ചിട്ട് തുടച്ചാൽ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലായാലും എവിടെയായാലും പ്ലാസ്റ്റിക് ഐറ്റംസ് ഉള്ളിടത്ത് ഒരിക്കലും ഈ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ച് വൃത്തിയാക്കരുത്. അത് ഉരയ്ക്കുമ്പോൾ വൃത്തിയൊക്കെ ആവും കേട്ടോ, നമ്മൾ കാണാണ്ടാവും, അഴുക്കൊക്കെ കാണാണ്ടാവും. പക്ഷേ ഒരു കുഴപ്പം എന്താ വെച്ചാൽ കുറേ കഴിയുമ്പോഴേക്കും ഇത് വീണ്ടും അഴുക്ക് പിടിക്കൂല എന്തായാലും. അപ്പോൾ ആ സ്ക്രാച്ചസ് പോലെ വന്നിട്ടുണ്ടാവും നമ്മൾ ഈ സ്റ്റീൽ സ്ക്രബ്ബറോട് ഉരയ്ക്കുമ്പോൾ. ആ സ്ക്രാച്ചിൻ്റെ ഉള്ളിൽ മുഴുവൻ ഇങ്ങനെ അഴുക്ക് വന്നിരിക്കും. പിന്നെ അത് ഇപ്പോൾ കാണുന്നതിലും വൃത്തികേടായിട്ട് മാറും. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഉപയോഗിക്കരുത്. നേരിയ ചൂടുവെള്ളം ഉപയോഗിച്ച് അഴുക്കുകളൊക്കെ തുടയ്ക്കുക. അത് കഴിഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് പാത്രങ്ങൾ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. പിന്നെ നമുക്ക് വല്ലപ്പോഴൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കാം. അതായത് 1.5 കപ്പ് വെള്ളവും ഒരു 1/2 കപ്പ് വിനീഗറും കൂടി ചേർത്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി അത് സ്പ്രേ ചെയ്തിട്ടും നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് തുടച്ചൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാം. അത് ഡിസിൻഫെക്റ്റൻ്റ് ആണ്, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റാണ്. പക്ഷേ ചിലവർക്ക് വിനീഗറിൻ്റെ സ്മെല്ല് അത്ര ഇഷ്ടം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അത് ചെയ്യണമെന്നില്ല. ഇങ്ങനെ പാത്രങ്ങൾ ലിക്വിഡ് വെച്ച് തുടച്ചിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടി നനഞ്ഞ തുണി വെച്ച് നന്നായിട്ട് തുടച്ചെടുക്കുക. അല്ലെങ്കിൽ ആ സോപ്പിൻ്റെ അതൊക്കെ അവിടെ ഇരിക്കും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ തുടച്ച് കളഞ്ഞാൽ ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ നമ്മുടെ ഫ്രീസറിൻ്റെ പോർഷനാണ് നമ്മൾ ഇനി ക്ലീൻ ചെയ്യേണ്ടത്. അവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് മീനൊക്കെ നമ്മൾ വാങ്ങിയത് ഇരിക്കാനുള്ളതുകൊണ്ട് ഞാനത് മുഴുവൻ പുറത്തോട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം. ഇപ്പോൾ അതെല്ലാം ഒന്നെടുത്ത് വേഗം അവിടേക്ക് ഒന്ന് തുടച്ച്. ഫ്രീസർ പിന്നെ എപ്പോഴും തുറക്കാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ വൃത്തിയോടാവാറില്ല. കാരണം നമ്മൾ ഐറ്റംസ് വെക്കലും എടുക്കണം അത്രേ ഉള്ളൂ. പക്ഷേ താഴത്തെ പോർഷനിലാണോ നമ്മൾ കൂടുതൽ ഐറ്റംസ് വെക്കലും എടുക്കലൊക്കെ വരുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴേക്കും അഴുക്കൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഐറ്റംസ് എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി അതൊക്കെ തിരിച്ച് എല്ലാം അങ്ങോട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് നമ്മുടെ പൊടികളുണ്ടല്ലോ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതൊക്കെ എക്സ്ട്രാ വരുന്നത് കവറുകളിലാക്കിയിട്ട് അതിലുള്ള ഏറ്റവും താഴെയുള്ള ബോക്സ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വയ്ക്കാറ്. അതിൻ്റെ ഉള്ളിൽ ശരിക്കും വെജിറ്റബിൾ വെക്കുന്ന ബോക്സാണ്. പക്ഷേ എനിക്ക് അതിൽ വെച്ച് എന്തോ എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും, കാണൂല്ല പ്രോപ്പറായിട്ടൊന്നും. അപ്പോൾ അതിനെക്കാട്ടും എനിക്കിഷ്ടം ഏറ്റവും ടോപ്പിൽ ബോക്സിൽ ആക്കിയിട്ട് വെജിറ്റബിൾ വെക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ പൊടികളാണ് ഞാൻ ആ ബോക്സിൽ വെക്കാറ്. ഇപ്പോൾ പുതിയ മോഡൽ ഫ്രിഡ്ജ് ഇറങ്ങിയിട്ടുണ്ട്. ടോപ്പിൽ ഫ്രിഡ്ജിൻ്റെ, അതായത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ നോർമൽ ഇതും ഫ്രീസർ താഴെയായിട്ടുള്ള മോഡൽ
അപ്പോൾ അത് ശരിക്കും നല്ല സൗകര്യമായിരുന്നു കേട്ടോ. കാരണം നമുക്ക് എന്ത് എളുപ്പമാണെന്നറിയോ. പക്ഷേ നമ്മളൊക്കെ വാങ്ങുന്ന സമയത്ത് ആ മോഡലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിയേക്കുന്നത് നോർമൽ മോഡലാണ്. പിന്നെ അതിന് വിലയും വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. സാധാരണ മോഡലല്ലല്ലോ, അതുകൊണ്ട് വില കൂടുതലായിരിക്കാം. പിന്നെ എന്താ വെച്ചാൽ ഫ്രിഡ്ജ് മാറ്റിയപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, ആദ്യത്തേത് ചെറിയ ഫ്രിഡ്ജായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റോറേജിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിയുമ്പോൾ ഐറ്റംസൊക്കെ വെക്കണമെങ്കിലും ഡെയിലി യൂസിന് നമ്മുടെ വീട്ടിൽ അംഗങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞ് ഫ്രിഡ്ജ് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. വെക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില സമയത്ത് അധികമൊക്കെ ഐറ്റംസ് വന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് സൗകര്യമായി. അപ്പോൾ അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ വെച്ച് കിച്ചൺ ക്ലീനിങ്ങിലെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ പലചരക്ക് ഐറ്റംസ് പാൻട്രി സെക്ഷൻ ഒതുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്ലീനിങ് മാത്രമാണ് ഉദ്ദേശിച്ചത്, ശരിക്കും ഒതുക്കേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് ഒതുക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് നേരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം ബോട്ടിൽസൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ആ ഷെൽഫിൻ്റെ ഉൾഭാഗവും അതിൻ്റെ ഡോറും അതൊക്കെ തുടച്ച്, അതുപോലെ ബോട്ടിൽസും ഇതുപോലെ തന്നെ നേരിയ ചൂടുവെള്ളം മുക്കി ഫുള്ളായിട്ട് തുടച്ച് ഒന്ന് ഉണക്കി ശേഷം എല്ലാം തിരിച്ച് വയ്ക്കാം. ബോട്ടിൽസിൽ നിന്ന് ഐറ്റംസ് മുഴുവൻ മാറ്റിയിട്ടൊന്നുള്ള കഴുകലൊന്നും ചെയ്യാറൊന്നുമില്ല. അത് ഞാൻ ഓരോന്നും കഴിയുമ്പോൾ അത് കഴുകി അമത്തി വയ്ക്കും. അത് കഴിഞ്ഞാൽ ഐറ്റംസ് ഫില്ല് ചെയ്യും. അല്ലാണ്ട് ക്ലീനിങ് ചെയ്യുമ്പോൾ അത് മുഴുവൻ പുറത്തോട്ട് എടുത്തിട്ടുള്ള ക്ലീനിങ് ഒന്നും ചെയ്യാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാം അങ്ങനെ തുടച്ച് ഒക്കെ വെക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്യണ സമയത്ത് തുടച്ച് വെക്കും. ഇനി അഴുക്ക് കൂടുതലുണ്ടെന്ന് എന്തെങ്കിലും കണ്ട അപ്പോൾ തുടയ്ക്കും. അല്ലാണ്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ഇങ്ങനെ ഇതൊക്കെ തുടയ്ക്കാൻ എടുക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്നാണ് ഒഴിവ് കിട്ടണത് ആ ദിവസം ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നിയാൽ പിന്നെ ക്ലീനിങ് ആണ്. ക്ലീനിങ് അങ്ങനെയാണ്, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ദിവസമാണെങ്കിൽ എന്തോരം നേരം വേണമെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരു തരി പോലും ചെയ്യാൻ തോന്നാത്തൊരു കാര്യമാണ് ക്ലീനിങ്. അപ്പോൾ എന്താ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ദിവസമാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വേഗം അപ്പോൾ തോന്നും നമുക്ക് ഓക്കെ ഇത് വേഗം ക്ലീൻ ചെയ്യാമെന്ന് അത് കാണുമ്പോൾ. അല്ലെങ്കിൽ നമ്മളത് മൈൻഡാക്കില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഒതുക്കാൻ തുടങ്ങി. പിന്നെ തുടക്കത്തിലൊക്കെ നമ്മൾ ഒതുക്കുന്ന സമയത്ത് ആദ്യം നമ്മളൊക്കെ നന്നായിട്ട് ഒതുക്കി വയ്ക്കും. കുറേ കഴിയുമ്പോൾ അത് അലങ്കോലാവും. പിന്നെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ച രീതി ഒന്ന് മാറ്റി പിടിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ചിലപ്പോൾ പിന്നെയും ചില ഏരിയാസ് അലങ്കോലാവും. അപ്പോൾ നമ്മളത് മാറ്റും. അങ്ങനെ നമ്മൾ വീട്ടിൽ ഒതുക്കി വെക്കുന്നത് പലതവണ പല രീതിയിൽ മാറ്റിയാണ് ഒരെണ്ണം കറക്റ്റായിട്ട് വരും. അങ്ങനെ കറക്റ്റായിട്ട് വരുന്നു എന്നതിൻ്റെ ഒരു ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ആ സ്പേസ് പിന്നെ വല്ലാണ്ട് അലങ്കോല ആവില്ല. എപ്പോഴും അതൊരു വിധം മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. അതെന്ത് റീസൺ എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ഐറ്റംസൊക്കെ പ്രോപ്പറായിട്ട് എടുത്തോടത്തേക്ക് വെക്കാൻ തുടങ്ങും. കാരണം നമുക്കത് കുറച്ചുകൂടി ഈസിയാണ് ആ സിസ്റ്റം. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ പല രീതിയിൽ നമ്മുടെ വീട്ടിൽ പല ടൈപ്പിലൊക്കെ ഒതുക്കി വെച്ച് ലാസ്റ്റ് കിച്ചണിലെ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഓർഗനൈസിങ് എന്നെ സംബന്ധിച്ച് അത് പെർഫെക്റ്റ് ആയപ്പോൾ എനിക്ക് കിച്ചൺ ക്ലീനിങ് ഓർഗനൈസിങ് ഭയങ്കര ഈസിയായി. കാരണം ഞാൻ എടുത്ത ഐറ്റംസൊക്കെ കൃത്യമായിട്ട് വെക്കാനായിട്ട് തുടങ്ങി. മാത്രമല്ല വെച്ചിരിക്കുന്ന അറേഞ്ച്മെൻറ്റും ഓരോ ഐറ്റംസ് എനിക്ക് കാണാൻ പറ്റുന്നതും ഒക്കെ ഈസിയായി. നമ്മളെപ്പോഴും ഒതുക്കുമ്പോൾ നമുക്ക് എടുക്കേണ്ട ഐറ്റംസൊക്കെ പ്രോപ്പറായിട്ട് കാണണം. ആ കണ്ടാൽ മാത്രമേ നമ്മൾ ഐറ്റംസ് എടുത്ത് യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അതവിടെ അങ്ങനെ കുറേ ഐറ്റംസ് ഇരിക്കുന്നല്ലാതെ കാണൂല്ല, എടുക്കൂല്ല, അതങ്ങനെ കെടുക്കും അവിടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ നമുക്ക് എടുക്കാനുള്ള ഐറ്റംസ് എല്ലാം പ്രോപ്പറായിട്ട് കാണണം, അതുപോലെ ഒതുങ്ങിയിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുക. അല്ലാണ്ട് കാണണ ഭംഗി മാത്രമല്ല, എടുക്കേണ്ട ഐറ്റംസ് കാണണം. അപ്പോൾ ആ രീതിയിലായപ്പോൾ സെറ്റായി. അപ്പോൾ എനിക്കിപ്പോൾ കിച്ചണിൻ്റെ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ച പോലെയാണ് എല്ലാ ഐറ്റംസും ഇരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് റൂമിലെ ഓരോ സ്പേസുകളുണ്ട്. ഇപ്പോഴും ചില സ്പേസുകളുണ്ട് നമ്മൾ ഒതുക്കിയിട്ട് ഒന്നും ശരിയായിട്ടില്ല, ഇപ്പോഴും ശരിയാവില്ല, അത് വീണ്ടും അലങ്കോലാവുന്ന സ്പേസുകളുണ്ട്. അതിലൊരു കാരണം എന്താ വെച്ചാൽ നമ്മൾ മാത്രമാവില്ല അവിടെ ഉപയോഗിക്കേണ്ടവ, വേറെ പലരും ഉപയോഗിക്കുന്ന സ്പേസ് ആകുമ്പോഴും അവരത് പ്രോപ്പറായിട്ട് വെച്ചിട്ടില്ലെങ്കിലും വലിച്ചു വാരിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും പല രീതികൾ. അപ്പോൾ അവരും കൂടിയിട്ട് അത് കറക്റ്റ് ഫോളോ ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ പല രീതിയിലൊക്കെ മാറ്റി വയ്ക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒതുക്കി ഐറ്റംസൊക്കെ വെക്കണത് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ഭയങ്കര ഭംഗിയിൽ ഒതുക്കി വെക്കാനൊന്നും അങ്ങനെ അറിയില്ല. ചിലവരുണ്ട് ഇങ്ങനെ ഒതുക്കി വെക്കുന്നതൊക്കെ ഇങ്ങനെ ഓരോന്ന് എടുത്ത് ഇങ്ങനെ വെച്ചാൽ അത്രയും ഭംഗിയിലൊക്കെ വെക്കും. അങ്ങനെയൊന്നും എനിക്കറിയില്ല, അത്രയ്ക്കൊന്നും ഓവറല്ല. എനിക്കൊരുവിധം ഒതുങ്ങിയിരിക്കണം, എല്ലാം പെട്ടെന്ന് എടുക്കാൻ കിട്ടണം, അത്രയേ ഉള്ളൂ. പിന്നെ വീട്ടിലായാലും നമ്മൾ മക്കളോട് പറഞ്ഞാൽ അവർ പോയി എടുത്തുകൊണ്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ഒതുക്കിയൊക്കെ വെക്കണേ. അങ്ങനെ നമ്മുടെ പലചരക്ക് ഐറ്റംസൊക്കെ ആ സൈഡിൽ ഒതുക്കാനുള്ളത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്താണ് നമ്മുടെ അതായത് നമ്മൾ ഞായറാഴ്ചകളിലൊക്കെ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ചിക്കൻ ഐറ്റംസ്, ബിരിയാണി അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന കുറേ പാത്രങ്ങൾ, പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കുന്ന ഗ്ലാസ് പാത്രങ്ങൾ, ഗ്ലാസ് ബൗളുകൾ, അതൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ അങ്ങനെ മൊത്തത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഒരുവിധം ഒതുങ്ങിയിട്ടായിരിക്കണം. അതൊന്നും എപ്പോഴും പുറത്തോട്ട് ഒതുക്കേണ്ട കാര്യം എന്നുള്ള പാത്രങ്ങളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒതുക്കാനൊന്നുമില്ല. ജസ്റ്റ് ആ ക്യാബിനറ്റ് ഡോറുകളൊക്കെ ഒന്ന് തുടച്ച് വയ്ക്കാം, അത്രമാത്രമാണ് അവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും എടുക്കുന്ന ആ ഐറ്റംസിൻ്റെ ഏരിയ ആണ് പെട്ടെന്ന് അലങ്കോലാവും. അല്ലാതെ എടുക്കാത്ത ഐറ്റംസ് ഒന്നും
അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് ഷെൽഫിലൊക്കെ വല്ലപ്പോഴും മാത്രം എടുക്കുന്ന കുറേ ഐറ്റംസ് അതൊന്നും തുറക്കാറ് തന്നെയില്ല. ഏറ്റവും താഴെ ഷെൽഫിലാണെങ്കിൽ വലിയ വലിയ പാത്രങ്ങൾ, ഉരുളികൾ, കലങ്ങൾ, അങ്ങനത്തെ ഒക്കെ വലിയ പാത്രങ്ങളായിരിക്കുന്നത്. അതും ഗസ്റ്റൊക്കെ അത്രയും വരുന്ന സമയങ്ങളിൽ എടുക്കുന്നതാണ്. അല്ലാതെ ഈ 2 ഷെൽഫിലാണ് നമ്മൾ എപ്പോഴും എടുക്കുന്ന ഐറ്റംസ് എല്ലാതും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള പാത്രങ്ങളൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് തുടയ്ക്കുക. അല്ലാതെ മുഴുവൻ പുറത്തോട്ട് എടുത്തിട്ട് ഷെൽഫ് തുടയ്ക്കുന്നൊന്നുമില്ല, അത് കുറേ പണിയാവും. അപ്പോൾ നമ്മൾ ഐറ്റംസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ഒന്ന് തുടച്ച് കൊടുത്ത് എല്ലാം തിരിച്ചങ്ങോട്ട് വയ്ക്കാം. ക്യാബിനറ്റ് ഡോറുകളും നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് വെള്ളം മുക്കി ഒന്ന് തുടച്ച് കൊടുത്താൽ മതി. ഇനി വല്ലാണ്ട് അഴുക്കുണ്ടെങ്കിൽ സോപ്പും വെള്ളം വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. തൊട്ടടുത്ത് തന്നെ നമ്മുടെ പാത്രം വയ്ക്കുന്ന റാക്കും അതുപോലെ തന്നെ ഗ്ലാസ് വയ്ക്കുന്ന റാക്കും ഉണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് അവിടെ ആ ഏരിയയും തുടച്ചിടാം. പിന്നെ മിക്സി ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയും കൂടിയിട്ട് മിക്സിയും അതിൻ്റെ അടുത്തുള്ള ഏരിയയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിടാം. നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലീനിങ് മാത്രമാണ്, കുറേ ഒതുക്കാനൊന്നും നിൽക്കണ്ട. കാരണം അതിനുള്ള ടൈം ഇത്രയും കുറച്ച് സമയം കൊണ്ട് മുഴുവൻ കിച്ചൺ ഒതുക്കാനൊന്നും പറ്റില്ല, പിന്നെ നമുക്ക് ക്ഷീണമാവും. അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടൊരു ക്ലീനിങ് അത്രമാത്രം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് പിക്ചേഴ്സ് അയച്ചു തരണം. malayali.momcrafts@gmail.com. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.